ഇല്ല, അവിടെ DNA ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് അവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടതുള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തി വെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്, അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല, പക്ഷെ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലും നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അർജുന്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ SP സാറ് അതായത് ഈ ഒരു ഡ്രഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ KC വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളും ഇപ്പൊ രാഘവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും. നമുക്ക് ഏകദേശം ഇതിന്റെ ഉള്ളിലാണ് ലോറി എന്നുള്ളത് മനസ്സിലായിട്ട് ഏകദേശം സ്ഥാനം മനസ്സിലായിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അത് പതുക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവര് വിശദീകരിച്ചു. അവിടെ തന്നെയാണ് കിട്ടിയത്. ഏകോപനം അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം അതെനിക്ക് ഉത്തരമല്ല. ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മനുഷ്യ സാധ്യമായിട്ട് ഒരു ഡൈവ് ചെയ്തിട്ട് നമുക്ക് ആ ലോറിന്റെ അടുത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതിന് ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനം വേണമെന്നുള്ള രീതിയിലാണ് രണ്ടാം ഘട്ട തെരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഇൻഫോർമേഷൻ ഒക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. പല രീതിയിലും നമ്മളും ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. എല്ലാം സാധ്യമായതെല്ലാം ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു 72 ദിവസം അവര് കാത്തിരുന്ന്, അതായത് അവർക്ക് എപ്പം വേണമെങ്കിലും ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യായിരുന്നു. അപ്പൊ ആ ക്ലോസ് ചെയ്യാതെ